സാർ, നമ്മൾക്കറിയാം ഇതിപ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകളെ അതൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ മുസംഗി എന്ന പേരിൽ ചാർത്തപ്പെടുക. അപ്പൊ ജാമിദ ടീച്ചറൊക്കെ മുസംഗിയിൽ പെട്ടതാണ്. ഇനി കെവിൻ പീറ്റേഴ്സ് അദ്ദേഹത്തിന്റെ പോലെയുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസംഗി, ഇനി ഹിന്ദുസ് ആണെങ്കിൽ അങ്ങേ പോലെ എന്നെ പോലെയുള്ള ആളുകളാണെങ്കിൽ ചാണക സംഖ്യകൾ. ഈ മൂന്ന് രീതിയിലേക്ക് അങ്ങോട്ട് നാമകരണം ചെയ്തുകൊണ്ട് ഇത് സംഖ്യകളുടെ മാത്രം പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് മാറ്റുക. അതിന് മതേതരത്വം എന്നുള്ള ആ ഒരു ലേബൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുട്ടിന് പീരീഡ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർക്കുക. ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധത്തെ, ഈ പ്രതികരണത്തെയൊക്കെ ലളിതവൽക്കരിക്കുന്ന ഈ സിസ്റ്റം എത്രത്തോളമാണ് അപകടകരമാവുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, രണ്ട് ചോദ്യം ഒന്നിച്ച് ചേർക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം മൈക്രോ സൈറ്റുകൾ എന്ന രീതിയിൽ ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന മുഹമ്മദ് റിയാസ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആ ഒരു സംഭവം നമുക്കറിയാം. ഞാനടക്കമുള്ള, നമ്മളെ അടക്കം, എല്ലാവരും അടക്കമുള്ള, നമ്മളെ കാണുന്ന മാന്യ പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിക്കുക. എന്ത് ചരിത്രമാണ് പഠിപ്പിക്കുക എന്ന് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 1921 ആ ചരിത്രം മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനി 1921 കുറിച്ച് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്, ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ സ്വദേശിയാണ്. എന്റെ വീടിന്റെ അവിടെ നിന്ന്, ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ആണെങ്കിൽ പോലും എന്റെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറമാണ് ചോക്കാട്. അത് ശവക്കാട് എന്നായിരുന്നു പണ്ട്. ഈ 1921 ഹിന്ദുക്കളെ വെട്ടിക്കൂട്ടിയ സ്ഥലമായിരുന്നു ശവക്കാട്. അത് ലോപിച്ച് പിന്നീട് ചോക്കാടായി മാറി. ഈ ചോക്കാട് വാരിയംകുന്നൻ ഈ ചങ്ങാതിയുടെ രണ്ടാമത്തെ സ്മാരകം വരുന്നത്. മലപ്പുറത്തിന്റെ തിരുഹൃദയത്തിൽ ഒരു സ്മാരകം ഉണ്ട് എന്നുള്ളത് ബാബുസാറിനും അറിയാം. ഇത്തരത്തിൽ ഓരോ ഹിന്ദുവിന്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ മുസ്ലിമിന്റെയും സമാസമത്തിലുള്ള വാങ്ങുന്ന ആ ഒരു നികുതി പണം എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുക. അത്തരത്തിൽ എത്രത്തോളം ഭീകരമായിരിക്കും ഇനി വരാനിരിക്കുന്ന നാളുകൾ. ഇത് വെറും ഒരു മുസംഗിയിലോ ക്രിസംഗിയിലോ അതല്ലെങ്കിൽ ചാണക സംഖ്യ എന്ന് പറയുന്ന ഈ പേരുകളിൽ മാത്രം അടിച്ചമർത്തപ്പെടേണ്ട ഒന്നാണ്. അല്ല, ഇത്തരം ആരോപണങ്ങള് ഒരു 10-30 വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിരുന്നത് കാശ്മീരിലെ സംഘ നേതൃത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ്. ഇന്ന് കാശ്മീരിനെ സംബന്ധിച്ച് എന്താണ് അതിനുശേഷം നടന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്ന് കാശ്മീരിൽ നടന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇതേ ആരോപണം, വർഗീയവാദം പറയുകയാണ് നിങ്ങൾ, ഈ ഇസ്ലാമോ ഫോബിയാണ് നിങ്ങൾക്ക്, കാശ്മീരിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല, സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആ കാശ്മീരിൽ പിന്നീട് നടന്നത് എന്താണ്, നടന്ന വംശഹത്യ എന്താണ്, നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതേ കാര്യം തന്നെ ഇപ്പോ കേരളത്തിൽ നടക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ അന്ന് കാശ്മീരിലെ ആളുകൾക്കെതിരെ ഉന്നയിച്ച അതേ ആരോപണം വ്യത്യസ്ത രീതിയിലൂടെ ഉന്നയിക്കുന്നു. വസ്തുത എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വസ്തുത സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ വരെ ഇത്തവണ വോട്ട് മാറ്റി ചെയ്തു എന്ന സാഹചര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കുന്നത്, അന്വേഷിക്കുന്നത്, ഞങ്ങളുടെ വോട്ട് എങ്ങോട്ട്, BJP എങ്ങനെ ചോർന്നു പോയി എന്നാണ്. തങ്ങളുടെ വോട്ട് ചോർന്ന് എന്ന യാഥാർത്ഥ്യം ഇപ്പം മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ വോട്ട് മാറ്റി ചെയ്തത്. പാലസ്തീൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബിന്റെ വിഷയത്തെ പിന്തുണച്ചുകൊണ്ട് ഒക്കെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് ശരീഅത്തിന് അനുകൂലമായി നിലകൊണ്ടുകൊണ്ട് മുത്തലാഖിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ വളരെ വലിയ പ്രചണ്ഡമായ പ്രചരണം കൊണ്ട് മുസ്ലിം സമുദായം മുഴുവൻ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ആ മുസ്ലിം സമുദായം കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ തിരിഞ്ഞുകടിച്ചില്ലേ. ഹിന്ദുക്കൾ തിരിഞ്ഞുകടിച്ചു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അത്. തൃശ്ശൂര്, ആലത്തൂര്, ആറ്റിങ്ങല്, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്നത്? മുസ്ലിങ്ങളും അല്ല. അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾ തന്നെയാണ്. അപ്പൊ അതെങ്ങനെ വോട്ട് നഷ്ടപ്പെട്ടു? അതെല്ലാം ഈ തരം പ്രീണന രാഷ്ട്രീയം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ്. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഇത്തരം നടപടിക്രമങ്ങളിലൂടെ ഒക്കെ ജനങ്ങളുടെ ഉള്ളിൽ നമ്മളെ മുസംഗി എന്നോ ക്രിസംഗി എന്നോ ചാണക സംഖ്യ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ തീർത്തും അവരെയൊക്കെ മണ്ടന്മാരാക്കാം, എക്കാലത്തെയും അവരെ മണ്ടന്മാരാക്കാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് തെറ്റുപറ്റി. ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ജാമിദ ടീച്ചർ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോ ഒരു 30% ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ ആയാൽ ആ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മുഴുവൻ അത്തരം ഉദാഹരണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 30% മുസ്ലിങ്ങളുണ്ട്. പുതിയ സെൻസസ് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ
അതിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 30-35% ഇടയ്ക്ക് കേരളത്തിൽ മുസ്ലിം ജനസംഖ്യയുണ്ട്. 35% ആയി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിക നിയമപ്രകാരമായിരിക്കും അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ചലിക്കേണ്ടി വരിക എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ. അതുകൊണ്ടാണ് സർക്കാരിന്റെ മതേതര നിലപാടുകൾ അട്ടിമറിക്കപ്പെടുന്നത്, മതേതര സമീപനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നത്. കാരണം ഇസ്ലാമിക നിയമം മാത്രമേ ഇവിടെ നടപ്പാകാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. തെരഞ്ഞെടുപ്പ് പോലും വെള്ളിയാഴ്ച മാറ്റിവെക്കണം എന്ന ആവശ്യം ഉയർന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. മുഴുവൻ ഭാരതത്തിൽ നിന്ന് ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടില്ല. കേരളത്തിൽ നിന്ന് മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോ മലപ്പുറം ജില്ല 70% മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ്. എന്താണ് മലപ്പുറം ജില്ലയിലെ അവിടുത്തെ ഇസ്ലാമിക സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങളോട്? ഇപ്പോ എഴുത്തച്ഛന്റെ പ്രതിമ, നമ്മൾ എത്രയോ കാലമായിട്ട് എഴുത്തച്ഛന്റെ പ്രതിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. രാമായണ മാസമല്ലേ, മതേതരത്വമല്ലേ, പുരോഗമനമല്ലേ, ഭാഷാപിതാവല്ലേ? എന്തേ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് ഇപ്പോഴും ഹിന്ദുക്കൾക്ക് അവിടെ സമരം ചെയ്യേണ്ടി വരുന്നു? അപ്പൊ പ്രതിമയാണ് സങ്കല്പം, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതുകൊണ്ടാണ് രാജാ സ്കൂളില് സ്ഥാപിച്ച OV വിജയന്റെ പ്രതിമ തല്ലി തകർത്തത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊണ്ടോട്ടിയില് നഗരസഭയുടെ അംഗനവാടി ഉദ്ഘാടന ചടങ്ങ് നടത്തി. അവിടെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ആ അംഗനവാടി ചടങ്ങിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാണ്. ജാമിദ ടീച്ചർ അത് തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോ അങ്ങനെ നമ്മള് പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട് ചടങ്ങുകളിൽ, പൊതുചടങ്ങുകളിൽ. ഈശ്വര പ്രാർത്ഥന തന്നെ ചൊല്ലണം എന്നില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ് നാക്ക് എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നൊന്നും ആരോടും പറയരുത്, ഈശ്വര പ്രാർത്ഥന തന്നെ വേണമെന്നില്ല എന്നൊക്കെ പിണറായി വിജയന്റെ തിട്ടൂരം ഇറങ്ങിയത്. ആ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടോട്ടി നഗരസഭയ്ക്ക് കീഴിലുള്ള അംഗൻവാടിയിലെ പ്രാർത്ഥന അവിടെ ഹിന്ദു സ്ത്രീകളെ കൊണ്ട് വരെ ചൊല്ലിച്ചത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെ നടക്കുകയാണ്. അങ്ങനെ ഒരു സംവിധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സെക്രട്ടേറിയറ്റ് നടയില് തീർത്തും മതേതരമായി നടക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഓണാഘോഷ പരിപാടി. ആ ഓണാഘോഷത്തിൽ ഒരു മതചടങ്ങും ഇല്ല. പൂക്കളം ഇടുക, പായസം വിതരണം ചെയ്യുക, സദ്യ കൊടുക്കുക എന്നല്ലാതെ, അവിടെ കുറച്ച് കലാപരിപാടി നടത്തുക എന്നല്ലാതെ ഒരു മതത്തിന്റെയും ഒരു ആചാരവും ഈ ഓണാഘോഷ പരിപാടിയായിട്ട് ഒരു ക്ലബിലും ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും നടക്കാറില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? സർക്കാർ സെക്രട്ടേറിയറ്റിലെ ഓണാഘോഷ പരിപാടി മുഴുവൻ റദ്ദാക്കി. സർക്കാരിന്റെ ഓണാഘോഷ പരിപാടി മുഴുവൻ റദ്ദാക്കിയ അതേ പിണറായി വിജയന്റെ സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ അതേപോലെ ഇപ്പോഴും വെള്ളിയാഴ്ച പരീക്ഷ നടക്കാൻ പാടില്ല, അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പ് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കെവിൻ പീറ്റർ സൂചിപ്പിച്ചു. ശരിയാണ്, കേരളത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് കേവലം യാദൃശ്ചികമല്ല, വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ രാഷ്ട്രീയ മാനം എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് രാഷ്ട്രീയ മാനം മാത്രമല്ല, വലിയ തോതിൽ നമ്മുടെ ലോകത്ത് ഇപ്പൊ ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളിയാണ്. ആ ക്രിസ്ത്യൻ പള്ളി തുർക്കിയിലെ മുസ്ലിം പള്ളിയാക്കി മാറ്റി മുസ്ലിം രാജാവ് മോർഗന്റെ നേതൃത്വത്തിൽ അത് ആക്കി. വീണ്ടും ഒരു പള്ളിയല്ല, പല പള്ളികളും അവിടെ മുസ്ലിം പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ലോകത്ത് ആകമാനം ഇസ്ലാമിന്റെ ആധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരിക, ഇസ്ലാം എന്നൊരൊറ്റ മതത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷണത്തിന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എവിടെയൊക്കെയാണോ അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് അവിടെയൊക്കെ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആധിപത്യം ചെലുത്തുക എന്നുള്ളത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇതിനെ വെറുതെ ഇതിന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മത നേതൃത്വത്തോട് ഉത്തരവാദികളാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. അതിന്റെ കാരണം നമുക്കറിയാം. ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോൾ നടന്നത് എന്തായിരുന്നു? ആ ജോസഫ് സാറിനെ ചേർത്ത് പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ മത നേതൃത്വം തയ്യാറായില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. അതോടെ ഇവിടുത്തെ മതമൗലികവാദികൾക്ക്, മത തീവ്രവാദികൾക്ക് ഒരു ലൈസൻസ് ആവുകയായിരുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടത്താനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ മത നേതൃത്വം. എന്തൊരു അന്യായവും അക്രമമാണ് ചെയ്തത് നോക്കൂ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആത്മഹത്യക്ക് ഉത്തരവാദിത്വം ഞാൻ ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവോ? ഞാനിത് അവരുടെ സഭയുടെ സന്നിധാനത്ത് പോയിട്ട് അവര് നടത്തിയ സെമിനാറിൽ പോയിട്ട് അവരുടെ മുഖത്ത് നോക്കി, ഫാദർ അടപ്പൂരിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ.
നിങ്ങളാണ് ആ കുടുംബത്തിന്റെ നാശത്തിന് കാരണം എന്ന് ഞാൻ പറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഞാനൊരു ശാപം കൂടി നൽകിയിട്ടാ പോകുന്ന 7 തലമുറകൾക്ക്, നിങ്ങളുടെ 7 തലമുറകൾക്ക് ഗതി പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. ഫാദർ അടപ്പൂര് അത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ സംസാരിച്ചത് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ തന്നെയാണ്, ഞാൻ പേര് പറയുന്നില്ല ഏതായാലും. അപ്പോ ഇത് പറയാൻ കാരണം അത്രമാത്രം മത തീവ്രവാദത്തോട് സന്ധി ചെയ്യുകയാണ്. സന്ധി ചെയ്യാനുള്ള കാരണം എന്താണ്? അന്ന് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയില് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ, ഈ കൈവെട്ടിന് എതിരായിട്ട്. അന്ന് അവിടെ ഒരു സെമിനാർ നടത്താൻ ഞങ്ങൾ തയ്യാറായി. ആ സെമിനാറുമായി ബന്ധപ്പെട്ടൊക്കെ ക്രൈസ്തവ സഭയുടെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പാലാ മെത്രാനെയും ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിലും ഒക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ മറുപടി, ഞങ്ങൾക്ക് ഇത്രയും പരസ്യമായിട്ട് ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നായിരുന്നു. നോക്കൂ, സ്ഥാപനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഒരു മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ മതത്തിലെ വിശ്വാസികളെ ബലി കൊടുക്കുന്ന ഒരു സമീപനം, അത് ആർക്ക് വളമായി തീർന്നു? തീവ്രവാദികൾക്ക് വളമായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ പറയും, തീവ്രവാദികൾ ഈ ക്രൈസ്തവ സംഘടനകളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യം വെക്കുന്നത്, അതിന്റെ ഉത്തരവാദികൾ ക്രൈസ്തവ മത നേതൃത്വമാണ്. അവർ ചിന്തിക്കണം, അവരവരുടെ നയം മാറ്റാൻ തയ്യാറാവണം, അവര് വസ്തുതകൾ തിരിച്ചറിയാൻ തയ്യാറാവണം. ചില സത്യങ്ങൾ അവർ പറയാൻ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും നെക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്, ലവ് ജിഹാദിനെ കുറിച്ച് ഒക്കെ പരസ്യമായിട്ട് രംഗത്ത് വന്നു. അതേപോലെ ഈ മുസ്ലിം സമൂഹം കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ അവരുടെ തട്ടിയെടുക്കുന്നതിനെതിരായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് ഒരുപാട് മതനേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഗതാർഹമാണ്. പക്ഷെ ഇപ്പോഴും അതിൽ ചിലരൊക്കെ ഇപ്പോഴും പഴയ വാദത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതും കാണാതെ പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കേരളം അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മൊത്തത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, കേരളമാണ് പാകപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. ഈ ഇസ്ലാമിന്റെ അജണ്ട നടപ്പാക്കാൻ പാകപ്പെട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് അവർ കാണുന്നത് കേരളമാണ്. ഇവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവില്ല, കാരണം സ്വന്തം താവളത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോ തങ്ങളുടെ സുരക്ഷിതമായ താവളമാണ് കേരളം എന്നും കേരളം തങ്ങൾക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ മത നേതൃത്വം ഓരോ അജണ്ടകൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഇവിടുത്തെ മറ്റ് ഹൈന്ദവ സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകൾ ഈ നാട്ടിൽ മതേതരത്വം നിലനിൽക്കണം, മതസ്വാതന്ത്ര്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിരീശ്വരവാദികൾ അടക്കം, അതിൽ മതമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരടക്കം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതായത് മതസ്വാതന്ത്ര്യത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, മതേതരത്വത്തിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് യാതൊരു സംശയവും വേണ്ട, ഭാരതത്തിന്റെ നിലനിൽക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ നാടിന്റെ സംസ്കാരമാണ്, നമ്മുടെ നാടിന്റെ ധർമ്മമാണ്. അതിനെ തകർത്തുകൊണ്ട് ഈ തരത്തിലുള്ള മത മേധാവിത്വം, ഇസ്ലാമിക മതമേധാവിത്വം കേരളത്തിൽ ഉണ്ടായാൽ ആദ്യം വെല്ലുവിളിക്കപ്പെടേണ്ടി വരുന്നത് ഈ നാട്ടിലെ സ്വാതന്ത്ര്യമായിരിക്കും. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ ജനാധിപത്യ അവകാശം, പൗരാവകാശം മുഴുവൻ വെല്ലുവിളിക്കപ്പെടേണ്ടി വരുന്നത് ഈ ഇസ്ലാമിക അധിനിവേശത്തിന് കീഴിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അത് മനസ്സിലാക്കാതിട്ടല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, പക്ഷേ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ മക്കൾ ഇവിടെ ഒന്നുമല്ല പഠിക്കുന്നത്. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശത്ത്, അതേപോലെ അവരൊക്കെ വലിയ തോതിൽ സമ്പാദിച്ച്, അവരൊക്കെ സമയം വന്നാൽ അവർ കേരളം വിട്ടു പോകും. ഞാൻ സംശയം വേണ്ട. നമ്മൾ കുറെ ആൾക്കാർ മാത്രമേ കേരളത്തിൽ ഉണ്ടാവൂ. ഇവരുടെ ഒക്കെ ഈ ഹണ്ടിങ് നേരിട്ടുകൊണ്ട് ഇവരുടെ വല്ല അക്രമം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് കേരളത്തിൽ കുറെ ആൾക്കാർ നമ്മളുണ്ടാവും. ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര്, അത് ഇടതാകട്ടെ വലതാകട്ടെ, അവരൊക്കെ മിക്കവാറും സ്വിസ് ബാങ്കിലോ അതേപോലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി സുരക്ഷിതമായ താവളം ഒരുക്കിയിട്ട് അവര് ചുളുവിൽ അങ്ങോട്ടേക്ക് പോകും, കേരളത്തോട് ഗുഡ് ബൈ പറയും. ഭരിക്കാവുന്ന സന്ദർഭങ്ങളിൽ അത്രത്തോളം ഭരിക്കാനും സൗകര്യങ്ങൾ അനുഭവിക്കാനും അതിന് സ്വന്തം സമുദായത്തെയും രാഷ്ട്രത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിനൊക്കെ വേണ്ടി ശ്രമിക്കും ഇവര്. ഒപ്പം തങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം വന്നാൽ കേരളം വിട്ടു പോവുകയും ചെയ്യും. ഇതാണ് ഇവരുടെ, ഈ കേരളം ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ഒക്കെ മനസ്സിലിരിപ്പ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ തരത്തിലുള്ള മത അജണ്ടകൾക്കെതിരെ എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് മുന്നിട്ടിറങ്ങേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്.